നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. പ്രധാനപ്പെട്ട പോരാട്ടം UDFന്റെ കുത്തക ജില്ല എന്ന് അവകാശപ്പെടുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9 മണ്ഡലങ്ങൾ UDFന് സമ്മാനിച്ച എറണാകുളം ജില്ലയിൽ 5ഇടത്ത് LDF മുന്നേറ്റം. ആ എറണാകുളം ജില്ലയിൽ ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ്, ഇത്തവണ UDF മുഴുവൻ എന്നുള്ളതാണ് അവരുടെ, ആ ജില്ല മുഴുവൻ ഞങ്ങൾ എടുക്കുമെന്നുള്ള ആത്മവിശ്വാസവുമായാണ് VD സതീശൻ നേരിട്ട് ആ പ്രചാരണത്തിലൊക്കെ ചുക്കാൻ പിടിക്കുന്നു. പക്ഷെ VD സതീശൻ പോലും ജയിച്ചു കയറാൻ അത്ര എളുപ്പമല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് നമ്മൾ കേട്ട ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. അപ്പോൾ എന്താണ് എറണാകുളം ജില്ലയിൽ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ? അതോടൊപ്പം മുന്നണികളുടെ ആത്മവിശ്വാസം എത്രത്തോളം? UDFന്റെ കോട്ടയെന്നറിയപ്പെടുന്ന എറണാകുളം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 9 നിന്നു. മുഴുവൻ മണ്ഡലങ്ങളും പിടിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കുറഞ്ഞത് 2 മണ്ഡലങ്ങൾ കൂടിയെങ്കിലും തങ്ങൾക്ക് പിടിക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസവും ധൈര്യവുമാണ് UDFനുള്ളത്. LDFനെ സംബന്ധിച്ചിടത്തോളം 5 മണ്ഡലങ്ങളാണ് കഴിഞ്ഞ തവണ കിട്ടിയത്. ആ 5 മണ്ഡലങ്ങൾ കൂടാതെ 2 മണ്ഡലങ്ങൾ കൂടി പിടിക്കാനാകുമെന്ന് അവരും പ്രതീക്ഷിക്കുന്നു. ചില സ്റ്റാർ മണ്ഡലങ്ങൾ തന്നെ ഉണ്ടെന്ന് പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് പറവൂർ തന്നെയാണ്. കാരണം പ്രതിപക്ഷ നേതാവാണ് അവിടെ മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറയുകയുണ്ടായി, പ്രതിപക്ഷ നേതാവ് തന്നെ ഇത്തവണ അദ്ദേഹത്തിന്റെ മത്സരം തന്നെ എങ്ങനെയാണ്, എത്രമാത്രം ടൈറ്റാണ് എന്നുള്ളത് ചിന്തിക്കണമെന്ന്. എന്തായാലും അതിനൊരു മറുപടിയും ഇന്ന് പ്രതിപക്ഷ നേതാവ് നൽകിയിരുന്നു. മറ്റ് ഒരു മന്ത്രിമാരെ പോലും അവനവൻ്റെ മണ്ഡലത്തിൽ നിന്ന് പുറത്തു പോകാതെ തളച്ചിടാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതായത് KPCC അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ മണ്ഡലത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ അതേ മണ്ഡലം മാത്രം കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്താൻ തങ്ങൾ നിർബന്ധിതരാക്കുമെന്നുള്ളതായിരുന്നു ഭരണപക്ഷത്തിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. എന്തായിരുന്നാലും അതിനെ ഭേദിച്ചുകൊണ്ട് പ്രചരണങ്ങൾ നടത്താൻ സാധിച്ചു. 100 സീറ്റിൽ കുറഞ്ഞ് യാതൊന്നും ചിന്തിക്കുന്നില്ല, സങ്കല്പത്തിലില്ല എന്നാണ് അല്പസമയം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. മാത്രവുമല്ല, മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ അതിരൂക്ഷമായ കടന്നാക്രമണം അദ്ദേഹം നടത്തുകയും ചെയ്തു. മുഖ്യമന്ത്രിയാണ് നുണയൻ എന്നുള്ള പേരിന് അർഹൻ. മാത്രവുമല്ല, മലയാള ഭാഷയിൽ മോശമായി കരുതുന്ന പദങ്ങൾ എല്ലാം പല ഘട്ടങ്ങളിലായി പ്രയോഗിച്ചിട്ടുള്ളയാളാണ് മുഖ്യമന്ത്രി എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ ചോദിച്ചു, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലുള്ള അവസാന വാർത്താ സമ്മേളനമായിരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം എന്തൊക്കെയൊരു അർത്ഥത്തിൽ ചിരിച്ച് കടന്നു പോവുകയായിരുന്നു. എന്തായിരുന്നാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ് ഉള്ളത്. നമുക്കറിയാം പ്രതീക്ഷ, എത്രയോ തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, കുറെ കേരള രാഷ്ട്രീയം കണ്ടതാണ്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തോറ്റാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് രാഷ്ട്രീയ വനവാസം, ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന്, പൊളിറ്റിക്സിൽ നിന്ന് വിരമിക്കുമെന്ന് വളരെ കോൺഫിഡൻസോടുകൂടി ആവർത്തിച്ച് പറയുന്ന ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ കേൾക്കുന്നത്. മറ്റു നിവൃത്തിയില്ല. 10 വർഷമാണ് പ്രതിപക്ഷത്ത് ഇരിക്കുന്നത്. അവിടെ ഘടകകക്ഷി ലീഗിന്റെ നിലപാട് എന്തായിരിക്കും സംഭവിക്കുക? അതായത് ഡു ഓർ ഡൈ, അതായത് മരിക്കുക അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ്. കാരണം ആ ജീവൻ ഭരണ പോരാട്ടമാണ്. അവിടെ VD സതീശന് ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്. VD സതീശൻ എന്ന ഒറ്റയാനിലേക്കാണ് എല്ലാ ആരോപണങ്ങളും വരുന്നത്, അല്ലേ? നുണേശൻ എന്ന പ്രത്യേക പേജ് പോലും രൂപീകരിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഭരണപക്ഷത്ത് ആ ഒരു കൂരമ്പുകൾ അത് സതീശൻ ഉൾക്കൊള്ളുന്നു, സതീശൻ ഏറ്റെടുക്കുന്നു, എല്ലാത്തിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, സീറ്റിന് വേണ്ടി കടിപിടി കൂടുന്ന നേതാക്കളുള്ള നാടാണ് കേരളം. എത്ര പ്രായമായാലും എത്ര അസുഖങ്ങൾ ഉണ്ടെങ്കിലും മത്സരിക്കാൻ ആഗ്രഹമുള്ള നേതാക്കളുള്ള നാടാണ് കേരളം. അവിടെ ഒരു നേതാവ് പറയുകയാണ്, ഇതുവരെ മന്ത്രി പോലും ആയിട്ടില്ല VD സതീശൻ, അങ്ങനെ ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ തയ്യാറാണ്, രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറാണെന്ന് പറയുന്നത് അദ്ദേഹത്തിന് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. ഇതിനു മുൻപും അദ്ദേഹത്തിന്റെ ഈ രീതിയിലുള്ള പ്രസ്താവനകൾ വന്നിരുന്നു. അത് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത്. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം കറക്റ്റായി വരുന്നത് കണ്ടു. ഉപതെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും അല്ല, എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ, 4 ഉപതെരഞ്ഞെടുപ്പുകൾ 2020 ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം അവിടെയൊക്കെ തീർച്ചയായും അത് പല മണ്ഡലങ്ങളും നിലനിർത്താൻ കഴിഞ്ഞു. തദ്ദേശം ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റായി മാറി. ആ രീതിയിലൊക്കെ വളരെ കോൺഫിഡൻസോടുകൂടി VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ക്യാബിനറ്റിൽ 1 ഡസൻ മന്ത്രിമാർ പരാജയപ്പെടുമെന്ന്. ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് ആ കണക്ക് കിട്ടുന്നില്ല. 12 മന്ത്രിമാർ. പക്ഷേ ആരും ഒരു കാര്യം നോക്കണം, പല മന്ത്രിമാരും ലോക്കാണ്. ഈ പറയുന്ന ഈ ഓരോ മന്ത്രിമാരുടെ എണ്ണം എടുത്ത് നോക്കും. പഴയതുപോലല്ല. കാരണം ഈ ടൈറ്റ് ഫൈറ്റ് വരികയാണ്. BJP ഒരു ഫാക്ടറായി മാറുന്നു. എങ്ങോട്ട് കാര്യങ്ങൾ പോകുമെന്ന് അറിയില്ല, അല്ലേ? പലപ്പോഴൊക്കെ മന്ത്രിമാരാണ് മറ്റ് മണ്ഡലങ്ങളിലേക്ക് പ്രചാരണത്തിനായി പോകുന്നത്. ഇപ്പൊ MB രാജേഷ് അടക്കം എടുത്തു നോക്കൂ. മണ്ഡലത്തിൽ നിന്ന് പുറത്തു പോകാൻ കഴിയുന്നു. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആത്മവിശ്വാസത്തോടു കൂടി പ്രതികരണം നടത്തുന്ന ശിവൻകുട്ടിക്ക് അവിടെ നിന്ന് ചലിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ GR അനിൽ എല്ലാവരും ഇങ്ങനെ വല്ലാത്ത രീതിയിൽ കിടക്കുകയാണ്.